Talro presents Reporter with the Next Entrepreneur, a talk series for aspiring entrepreneurs. നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നൊരു വാക്കാണ് പ്ലാൻ ബി. പ്ലാൻ ബി ഒരു ശരിയായ പ്ലാനാണോ? സത്യത്തിൽ പ്ലാൻ ബിയെ പറ്റി മനസ്സിലാക്കുമ്പോൾ പുതിയ സംരംഭകരാണ് അത് കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ബിയിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ബി എന്നുള്ളതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളോ വലിയ സംശയങ്ങളോ ഒന്നുമില്ല. പ്ലാൻ ബി ഒരു നെസസറി തിങ്സാണ്. നമുക്കറിയാം നമുക്ക് എന്ത് വേണം, നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴേക്കും ആ കാര്യം എല്ലായ്പ്പോഴും പെർഫെക്റ്റ്ലി വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല എന്നൊരു തിരിച്ചറിവ് ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് പോയിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയാണ് പ്ലാൻ ബി വരുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മേക്കപ്പ് ചെയ്തിട്ടുള്ള അടുത്ത പ്ലാൻ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന റൂട്ടിലേക്ക് തിരിയാം. ഇതിനെയാണ് നമ്മൾ പ്ലാൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാൻ ബി എങ്ങനെ ഹാൻഡിൽ ചെയ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ഓണ്ടർപ്രണേഴ്സിന് വലിയ സംശയങ്ങളൊന്നുമില്ല. എല്ലാവർക്കും കൃത്യമായ ധാരണയുണ്ട് ഈ പ്ലാൻ ബി എങ്ങനെയായിരിക്കണം ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടതെന്നുള്ളത്. പക്ഷേ ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സിന്, പുതിയ ഓണ്ടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പുതിയതായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വരുന്ന, സംരംഭകരാകാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ് ഈ പ്ലാൻ ബി. എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഞാനൊരു പ്ലാൻ ചെയ്തു, ആ പ്ലാൻ വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും, അത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും. ഇങ്ങനെ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഇങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? അതൊരു ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പുതിയ ഓണ്ടർപ്രണർ, ആസ്പയറിംഗ് ഓണ്ടർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് എൻ്റെ മുമ്പിൽ ഒരേ ഒരു പ്ലാനേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവിലായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അവിടെ പ്ലാൻ ബി എന്ന് പറയുന്നൊരു സംവിധാനമില്ല. അവിടെ ഒരു പ്ലാൻ എ മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. നമ്മൾ അതിലേക്ക് ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ ഇറങ്ങി നമ്മൾ ചെയ്തു, സംഭവം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കി, ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ എനിക്ക് പ്രശ്നം വന്നത്, എന്തൊക്കെയാണ് എനിക്ക് പിഴച്ചത് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അത് മേക്കപ്പ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി. അപ്പോഴും അടുത്ത പ്ലാൻ എ ആണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നമ്മുടെ മറ്റേ പ്ലാൻ നമ്മൾ വന്നു, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. നമ്മൾക്ക് എപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നിശ്ചിത ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്ലാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതല്ലാണ്ട് നമ്മളൊരു കാര്യം ചെയ്തു, അത് വർക്കൗട്ട് ആയിട്ടില്ല, നമ്മൾ ഇത് ചെയ്യും, അത് ചെയ്യും, ഇങ്ങനെ നമ്മൾ കുറേ പ്ലാൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം എന്താ സംഭവിക്കുക? നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ആവും. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കോൺഫിഡൻസ് വരും. എന്താണ് നമുക്ക് ആവശ്യമില്ലാത്ത കോൺഫിഡൻസ്? ഇത് ഫെയിലായാലും പ്രശ്നമില്ല, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലോ എന്നുള്ളത്. അത് സത്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഫെയിലിയറിലേക്ക് കൊണ്ടുവരും. അതാണ് നമ്മൾ പറയുന്നത്, ചില സർക്കംസ്റ്റൻസസിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്ന് വരുമ്പോഴേക്ക് നമ്മുടെ ഒരു ഫുൾ പൊട്ടൻഷ്യലായിട്ട് നമ്മൾ ഫുൾ കണ്ണിങ് ആയിട്ട് വർക്ക് ചെയ്ത് നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തും. അത് നമുക്കല്ല, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറയുമെങ്കിൽ നമുക്ക് കുറേ ലേസിനെസ്, നമ്മുടെ അലസത നമ്മളിലേക്ക് വരും. അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യമില്ലാത്തൊരു ഹോപ്പ് നമ്മളിലേക്ക് വരും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്യാലോ എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് നമ്മുടെ ചിന്താഗതി നമ്മൾ എത്തിക്കും. അപ്പോൾ ശരിക്കൊരു മൈൻഡ് സെറ്റാണ് ഒരു ആസ്പയറിംഗ് ഓണ്ടർപ്രണറെ സംബന്ധിച്ചിടത്തോളം, പുതിയ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് നോ പ്ലാൻ ബി. നമുക്കൊരു പ്ലാൻ എ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവോടുകൂടിയായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ പ്ലാനിലേക്ക് നമ്മുടെ ഫുൾ ഫോക്കസിങ് നമുക്കുണ്ടായിരിക്കണം, നമ്മുടെ ഡെഡിക്കേഷൻ നമുക്കുണ്ടായിരിക്കണം, ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യണം, നമുക്കൊരു സ്മാർട്ട് വർക്കും ആ പ്ലാനിൽ നമ്മളുണ്ടായിരിക്കണം. നമ്മുടെ കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും നമ്മുടെ കൺസിസ്റ്റൻസി, ആ പ്ലാനിലേക്കുള്ള നമ്മുടെ യാത്രയാണ് സത്യത്തിൽ നമ്മളെ സക്സസ്സിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അല്ല, ഒരു ട്രൈ ചെയ്ത് നോക്കാം, അത് ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത ചെയ്യാം. ഇങ്ങനെ ഒരു ട്രൈ ചെയ്ത് സക്സസ് ആക്കാൻ കഴിയുന്നതല്ല നമ്മുടെ പ്രോസസ്സ്. നമ്മുടെ ഫുൾ ഡെഡിക്കേഷൻസ് നമ്മൾ അതിലേക്ക് കൊടുക്കണം, നമ്മുടെ ഫുൾ എഫേർട്ട് നമ്മൾ അതിലേക്ക് കൊടുക്കണം. അതല്ലാണ്ട് നമുക്ക് ഒരു പ്ലാനും ഇല്ലാന്നൊരു തിരിച്ചറിവിൽ, ഇതല്ലാണ്ട് നമുക്കൊരു വഴിയും ഇല്ലാന്നൊരു തിരിച്ചറിവിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കത് സക്സസ് ആക്കാൻ കഴിയും. കാര്യം അത്ര ഈസി അല്ല. നമ്മുടെ ജേണി, നമുക്ക് ഒരുപാട് ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ റിസോഴ്സസും നമ്മുടെ സർക്കംസ്റ്റൻസസും ഒന്നും നമുക്ക് അനുകൂലമല്ല. നമ്മുടെ ടീം ഇമ്മെച്യൂറാണ്, നമ്മൾ ഇമ്മെച്യൂറാണ്, നമുക്കൊരു ക്ലാരിറ്റി ഇല്ല നമ്മുടെ ഐഡിയയിൽ. മാർക്കറ്റ് നമുക്ക് അനുകൂലമല്ല. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഒരു സ്പേസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ മൾട്ടിപ്പിൾ പ്ലാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, നമുക്ക് കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും, നമുക്ക് ഫോക്കസിങ് ഉണ്ടാവില്ല, നമ്മൾ പരാജയപ്പെട്ടു പോകാൻ, നമ്മൾ ഗിവ് അപ്പ് ചെയ്ത് പോകാനുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും. അവിടെയാണ് നമ്മൾ വലിയ എക്സ്പീരിയൻസ്ഡ് ഓണ്ടർപ്രണേഴ്സിൻ്റെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പ്ലാൻ ബിയും
നമ്മുടെ പ്ലാൻ ബിയും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റതൊരു പ്രോസസ്സിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ട് അവർക്ക്. ഇന്നതല്ല എങ്കിൽ ഇന്നത് എന്നുള്ളൊരു കൃത്യമായ ട്രാക്കുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ട്രാക്കൊന്നും ഇല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ഒരു പ്ലാൻ എ മാത്രമേ ഉള്ളൂ. ആ പ്ലാൻ എ വർക്കൗട്ട് ആയിട്ടില്ല എങ്കിൽ അടുത്തതുണ്ടാകാൻ പോകുന്നതും ഒരു പ്ലാൻ എ ആണ്. അത് വർക്കൗട്ട് ആയിട്ടില്ല എങ്കിൽ അടുത്തതുണ്ടാകാൻ പോകുന്നതും ഒരു പ്ലാൻ എ ആണ്. കാരണം ഇവിടെ പ്ലാൻ ബി ഇല്ല. നമ്മളെ ഒരു പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഇങ്ങനെ വെച്ചിട്ടല്ല. നമുക്ക് ഇതാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളുടെ ആ സാഹചര്യത്തിൽ നമ്മുടെ അറിവ്, അവിടെ നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ സർക്യൂംസ്റ്റൻസസ് ഇതെല്ലാം കൂടി വെച്ചിട്ടുള്ള ഏറ്റവും ബെറ്റർ പ്ലാനോടുകൂടി നമ്മുടെ എക്സിക്യൂഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ഏതെങ്കിലും മൊമെൻറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലല്ല പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതുവരെയുള്ള ജേർണി മുഴുവൻ നമ്മൾ എടുത്ത് പഠിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നമ്മളൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുത്തതിന് ശേഷം നമ്മൾ തീരുമാനിച്ചു ഇന്ന മാറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് വരുത്തി ഇന്നതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ ഇത് ബെറ്റർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം വന്ന മിസ്റ്റേക്സ് ഇനി വരില്ല, ഇതിനെ ബെറ്റർ ആക്കാം എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ചിലപ്പം ചില പിവറ്റിങ് വേണ്ടി വരും. നമ്മുടെ ഐഡിയയിൽ നിന്ന് നമുക്കൊന്ന് മാറി ചിന്തിക്കേണ്ടി വരും. ഇതൊക്കെ എന്താണ്, ആ സർക്യൂംസ്റ്റൻസസിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അവിടെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു പെർഫെക്റ്റ് പ്ലാൻ, അത് നമുക്ക് എന്താണ്, നമ്മുടെ പ്ലാൻ എ ആണ്. ഓക്കെ, അത് പിന്നെയും ഇതേ സാഹചര്യങ്ങളിലേക്ക് വന്നേക്കാം. അപ്പോൾ മൾട്ടിപ്പിൾ പ്ലാൻസ് ഉണ്ടാക്കിയിട്ടാ ഞാൻ 100% കോൺഫിഡൻ്റ് ആണ്. ഇത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് പോകും, ഇത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് പോകും. ഇങ്ങനെ പ്ലാൻ എ ബി സി വെച്ചിട്ട് ചെയ്യേണ്ട ഒരു സംവിധാനമല്ല ഓൺട്രപ്രണർഷിപ്പ്. നമുക്ക് നമ്മുടെ ഐഡിയ, അതിന് നമ്മൾ എന്തുണ്ടാവും, അതിനൊരു പ്ലാൻ ഉണ്ടാക്കും, അതിന് കൃത്യമായിട്ടൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ അതിൻ്റെ എക്സിക്യൂഷനിലേക്ക് വരികയാണ്. നമുക്ക് ഓരോ മൈൽ സ്റ്റോൺസും നമുക്കുണ്ടായിരിക്കും, നമ്മുടെ ഓരോ ഡെസ്റ്റിനേഷൻസും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. നമ്മളൊരു എൻ്റെ ജേണിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആസ്വദിച്ച് പാഷനേറ്റ് ആയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സംവിധാനമാണ് നമ്മുടെ ഓൺട്രപ്രണർഷിപ്പ് ജേണി, നമ്മുടെ സ്റ്റാർട്ടപ്പ്, നമ്മുടെ സംരംഭം, നമ്മുടെ ബിസിനസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. ആ ഫോക്കസ്ഡ് ആകണമെങ്കിൽ നമുക്ക് ഒരു പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അവിടെ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് പോയിട്ടില്ല എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, ആ പ്ലാൻ നമുക്ക് ആൾട്ടർ ചെയ്ത് നമുക്കൊരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഒരു ഓൺട്രപ്രണറിനെ, പുതിയതായിട്ട് വരുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പെർസ്പെക്റ്റീവും നമ്മുടെ മൈൻഡ് സെറ്റും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കണം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിൻ്റെ ബാലപാഠകങ്ങളല്ല നമുക്ക് അനുകൂലമായിട്ട് വരുന്നത്. അത് എങ്ങനെയാണെന്ന് അത് എങ്ങനെ മൈൻഡ് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തരും എന്താണ്, സ്റ്റിയറിങ് ഒരു കൈ ഇവിടെ വെക്കണം, ഒരു കൈ ഇവിടെ വെക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം, ഇങ്ങനെ പിടിക്കണം എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, ഈ പുതിയ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്ന ആൾക്ക് തരും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനസ്സിലാക്കേണ്ടതാണ്, നമുക്കൊരു സ്റ്റെപ്സ് വേണം, നമുക്കൊരു കാഴ്ചപ്പാട് വേണം, നമുക്കൊരു വേ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കിയെടുത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും. ഒരു ട്രാക്ക് തുടങ്ങുമ്പോൾ ഉള്ളൊരു മൈൻഡ് സെറ്റാണ്, തുടങ്ങുമ്പോൾ ഉള്ളൊരു രീതിയാണ്. സത്യത്തിൽ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറിന് ഇതിന് എന്തെങ്കിലും റൂൾ ഉണ്ടോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത്? ചിലപ്പോൾ ഒരു വിരൽ വെച്ചിട്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റിയറിംഗ് പിടിക്കുന്നത്. ചിലപ്പം ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം. കാര്യം എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറിൻ്റെ സർക്യൂംസ്റ്റൻസസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ ന്യൂ ഡ്രൈവറിന് അങ്ങനെയല്ല. ഇതുപോലെയാണ് ആസ്പയറിംഗ് ഓൺട്രപ്രണേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം, എനിക്ക് ഒരു പ്ലാൻ മാത്രമേ ഉള്ളൂ, ഞാൻ ഈ പ്ലാൻ കൊണ്ട് സക്സസ് ആകും, ഇൻ കേസ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ആ സമയത്ത് നോക്കാം എന്നുള്ളതാണ്. ഒരുപാട് പ്ലാനുകൾ നിരത്തി വെച്ചിട്ട് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകുന്നതിനേക്കാളും ബെറ്റർ ഒരു പ്ലാനിൽ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ആസ്പയറിംഗ് ഓൺട്രപ്രണറിന്, പുതിയ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റ് ചെയ്യുമ്പോഴേക്ക് ഭയങ്കര ഫോക്കസിങ് വേണം. ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസ് വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുള്ള എല്ലാത്തിൽ നിന്നും മാറിയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും വെക്കുക എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ബെറ്റർ ദർ ഈസ് നോ പ്ലാൻ ബി, എനിക്കൊരു പ്ലാനേ ഉള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ റിയാലിറ്റിയിൽ മനസ്സിലാക്കേണ്ടത് വലിയ വലിയ സംരംഭങ്ങൾക്കും എല്ലാം പ്ലാൻ ബി എന്നുള്ളത് ഒരു നെസസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ പ്ലാൻ ബി കൃത്യമായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാ വലിയ MNCസും കോർപ്പറേറ്റും വലിയ ബിസിനസ് സംരംഭങ്ങളെല്ലാം റൺ ചെയ്യുന്നത്. എല്ലാവരും ഒരു പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടല്ല. അത് വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതും പ്ലാൻ ബി ഉണ്ട് എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആവശ്യമില്ലാണ്ട്, ഞാൻ തുടക്കക്കാരനാണ്, ഞാൻ ആവശ്യമില്ലാണ്ട് കുറേ പ്ലാൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഡിസ്ട്രാക്ട് ചെയ്യപ്പെട്ടു പോകും. അതുകൊണ്ട് എൻ്റെ സാഹചര്യത്തിലുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിലായിരിക്കണം ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്, ഒരു പ്ലാനിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ആ ചിന്താഗതി നമ്മൾ എന്ത് ചെയ്യും, പതിയെ സക്സസിലേക്ക് നയിക്കും. This is Reporter News Network.